നമസ്കാരം. പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിശ്ചയിച്ച പാതയിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരു എണ്ണക്കപ്പൽ കടൽ മൈലിൽ തട്ടി പൊട്ടിത്തെറിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ ഉടമസ്ഥാവകാശം, ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തായിട്ടില്ല. ലംഘനം നടത്തിയതിന് എന്ന തരത്തിലാണ് ഞായറാഴ്ച പുറത്തുവന്ന ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ കപ്പലിനെ കുറിച്ച് വ്യക്തമാക്കിയത്. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള ഗതാഗതത്തിനായി ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള പാതയിൽ നിന്നും മാറിയതിനെ തുടർന്നാണ് കപ്പൽ മൈനിൽ തട്ടിയത് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ എന്നിവർ ഉൾപ്പെട്ട സംഘർഷം കുറയ്ക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത പിരിമുറുക്കത്തിനിടയിലാണ് ഈ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമൂസിൽ സുരക്ഷാ കാരണങ്ങളാൽ തങ്ങൾ നിർദ്ദേശിച്ച വഴിയിലൂടെയല്ലാതെ പോകുന്ന കപ്പലുകൾ അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കഴിഞ്ഞ 2 രാത്രികളിൽ ഇറാൻ പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈനികാക്രമണം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരായ പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇരുപക്ഷവും ഇപ്പോഴും കടുത്ത ജാഗ്രതയിലാണ് എങ്കിലും US-ഉം ഇറാനും തമ്മിൽ മാസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടൽ ലഘൂകരിക്കപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷകൾ ഈ പ്രഖ്യാപനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം എപ്പോഴും പ്രത്യാക്രമണ അടിസ്ഥാനത്തിൽ ഉള്ളതായിരുന്നു എന്നും അമേരിക്കയുടെ ആക്രമണങ്ങൾ നിലച്ചതോടെ തങ്ങളുടെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഇറാൻ തീരുമാനിച്ചുവെന്നും സൈനിക വക്താവ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 2 രാത്രികൾക്ക് മുമ്പ് വരെ ഈ ആക്രമണങ്ങൾ തുടർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 രാത്രികൾ, അതായത് അമേരിക്കക്കാർ അവരുടെ ആക്രമണങ്ങൾ തികച്ചും നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തിരിച്ചടിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി തങ്ങളുടെ രീതിയെന്നും അതുകൊണ്ട് തന്നെ അവർ ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കുക, അതായത് അവർ ആക്രമിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് പ്രത്യാക്രമണത്തിന്റെ ആവശ്യമുള്ളൂ എന്ന കാര്യം നല്ല വ്യക്തമായി ഇറാൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും മാസങ്ങളായി വർദ്ധിച്ചു വരുന്ന സൈനിക നടപടികൾ ആദ്യം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും ആരംഭിച്ചു. പിന്നീട് പശ്ചിമ ഏഷ്യയാകെ വ്യാപിപ്പിക്കുകയായിരുന്നു. കപ്പൽ പാത കേന്ദ്രീകരിച്ച് തുടങ്ങിയ ആക്രമണങ്ങൾ പിന്നീട് US സൈനിക കേന്ദ്രങ്ങൾക്കും വാണിജ്യ കപ്പൽ പാതകൾക്കും അമേരിക്കയുടെ പ്രാദേശിക സഖ്യകക്ഷികൾക്കുമെതിരായുള്ള ആക്രമണങ്ങളായി വളരുകയായിരുന്നു. ആക്രമണങ്ങൾ നിലച്ചത് നയതന്ത്ര ചർച്ചകൾക്ക് വീണ്ടും ആരംഭിച്ചേക്കാമെന്ന ഊഹാപോഹങ്ങൾക്കും കാരണമായിട്ടുണ്ട് എങ്കിലും ഈ പിന്മാറ്റം നയതന്ത്രം കൊണ്ട് മാത്രം സംഭവിച്ചതാകില്ല എന്നാണ് US മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ അമേരിക്കയ്ക്ക് വളരെ ഉയർന്ന തലത്തിൽ ആക്രമണങ്ങൾ നടത്താൻ കഴിയുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന പെന്റഗൺ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പാട്രിയോട്ടിക് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിരോധ സംവിധാനങ്ങളുടെ കുറഞ്ഞ സ്റ്റോക്കിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണമാണ് US സൈനിക നീക്കങ്ങൾ വൈകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് ഗൾഫ് സഖ്യകക്ഷികളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കുമെന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നുണ്ട്. വൈറ്റ് ഹൗസ് പ്രസിഡന്റ് JD വാൻസും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും വെള്ളിയാഴ്ച നടന്ന മീറ്റിംഗിൽ ട്രംപിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ട്. എന്നാൽ നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിതിഗതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇറാൻ നൽകുന്ന സൂചന. അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം തുടരുമെന്നാണ് ഇറാന്റെ സൈന്യം നൽകുന്ന മുന്നറിയിപ്പും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കെയാണ് ഈ മുന്നറിയിപ്പ് എത്തിയത്. എന്തായാലും അദ്ദേഹം പ്രസിഡന്റ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായുള്ള സംഘർഷം, ഹോർമൂസ് കടലിലെ സുരക്ഷ, പശ്ചിമേഷ്യയിലെ മറ്റ് സാഹചര്യങ്ങൾ എന്നിവ ചർച്ചയാകുമെന്നാണ് നിലവിലെ വിവരം.